എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ഫസ്റ്റ് റിവ്യൂ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇൻസൈഡ് റിപ്പോർട്ടുകൾ, പിന്നെ ചിലയിടങ്ങളിൽ വന്ന ചില വിശ്വസിക്കാൻ പറ്റിയ റിവ്യൂസ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ പലതും കടം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലേ നമ്മൾ തയ്യാറാക്കിയ ഒരു റിവ്യൂ. മൊത്തത്തിൽ കാച്ചി കുറുക്കി കുറച്ച് സാധനം. അതെ, അത് നിങ്ങൾക്കങ്ങ് പറഞ്ഞു തരുവാണ്. അതെ, ഇതിൽ പല കാര്യങ്ങളും സത്യങ്ങളാവാം, ചിലത് ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർ ഇത് കാണാതിരിക്കുകയായിരിക്കും നല്ലത്. അതായത് ചിലത് സ്പോയിലർ ആയിരിക്കാം. അതെ, അത് സിനിമ കാണുമ്പോൾ നമുക്ക് ചിലപ്പം വണ്ടർ അടിക്കേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കാം. അത് കൈവിട്ടു പോകും ചിലപ്പോൾ. എന്താണെങ്കിലും നമുക്കും ഇത് കേട്ടറിഞ്ഞ സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും തുടങ്ങാം. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതായത് ഒരു പേഴ്സ് ഇവരുടെ കയ്യിൽ കിട്ടുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം, ശേഷം വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇതിന്റെ ട്രെയിലറിൽ തന്നെ ഇത് ട്രെയിലറിലും പിന്നെ മറ്റുള്ള ടീസറും ഒക്കെ വന്നതിനകത്തൊക്കെ വന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ആണ് വരാൻ പോകുന്നത്. അത് എന്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് ട്രെയിലറിൽ അത് വ്യക്തമാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പേഴ്സ് കിട്ടുന്നു, ആ പേഴ്സിൽ തുടങ്ങിയിട്ട് പിന്നെ അത് മാൻ മിസ്സിങ്ങും കൊലപാതകത്തിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ സംഭവത്തിലേക്ക് പോകുന്ന സംഭവം. ഇതിൽ എപ്പോഴും ഷെർലോക്ക് ഹോംസിന്റെ കുറെ റെഫറൻസ് കാണാം. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതായത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങളിലേക്ക് എത്തുക. അത് എപ്പോഴും ഈ ഷെർലോക്ക് ഹോംസ് കഥകളിൽ എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കഥാരീതി പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ കോമഡി മുഴുനീള കോമഡി സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ സമീപിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അത് അങ്ങനെ തന്നെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണവും പിന്നെ കൂടുതലും ഇവർ തമ്മിലുള്ള കോംബോ ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനമായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷേ അങ്ങനെ കോമഡി ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമ അല്ല എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് കോമഡി ഉണ്ട്, പക്ഷെ അത് ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, കുറച്ചൊക്കെ ഉള്ളൂ. അതെ, നമ്മൾ ഒരുപാട് അത് ഒരു പക്കാ കോമഡി ചിത്രമാണ് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടും. ഷുവറാണ്. അതിൻ്റെ ടീസർ, ട്രെയിലർ, ഇതിൽ നിന്നൊക്കെ ഏതാണ്ട് ഇതൊരു കോമഡി എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ കോമഡിക്ക് അപ്പുറത്ത് ഇതിന് ത്രില്ലർ മൂഡും കൂടി ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. സീരിയസ്. അതെ, പക്ഷെ ശരിയായ രീതിയിൽ ഒരു കോമഡി ചിത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അത് ഭയങ്കരമായിട്ട് നിരാശയായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് രംഗങ്ങളും എല്ലാം സിനിമയിലുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത്യാവശ്യം ആവശ്യമുള്ള, അതായത് ഒരു സിനിമയ്ക്ക് എന്താണോ എന്തൊക്കെ ചേരുവകൾ വേണോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെ വരുന്നൊരു സിനിമ തന്നെയാണ്. 3 പേരാണ് അതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കോ ഒക്കെ ചെയ്ത കലൈ കിങ്സൺ ആള് ചെയ്തിട്ടുണ്ട്. പിന്നെ സുപ്രീം സുന്ദർ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അതോ ആക്ഷൻ സന്തോഷ് ആക്ഷനോ അങ്ങനെ 3 പേര് കൂടിയിട്ടാണ് ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം പ്രതീക്ഷിക്കാം. കുറച്ച് ഭാഗങ്ങൾ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എന്തായാലും ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലും എടുക്കാൻ പറ്റില്ല കേട്ടോ. ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ഏത് ജോണറാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോമഡി ആണെന്ന് വെച്ചാൽ പക്ക കോമഡി അല്ല. പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ ആണോന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനമല്ല. പക്കയായിട്ടല്ലേ? അത് അങ്ങനെ തന്നെ പറയാം. അത് അങ്ങനെ അല്ല. ഇതെന്നാ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ, ഡിറ്റക്റ്റീവായിട്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഇതിന്റെ മുമ്പ് കുറച്ചൊക്കെ ഷെർലോക്ക് ഹോംസ് എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട്, നമ്മുടെ ബിജു മേനോന്റെ ഒക്കെ ഷെർലോക്ക് ടോംസ്. പക്ഷെ അതൊക്കെ പക്ക കോമഡി രീതിയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ല, CID ആയിട്ട് ഇതിന് മുൻപ് വന്നിട്ടുള്ളത് CID ഉണ്ണികൃഷ്ണൻ സിനിമ. അതെ, അങ്ങനെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്. പിന്നെ നസീറിന്റെ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. അത് കുറെ CID അത് കുറെ ഉണ്ട്. മുന്തിരെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആള് മാറും. ആള് അപ്പാടെ മാറി മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ സിനിമകൾ വന്നിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ കാണാൻ തുടങ്ങിയ ശേഷം വന്ന ഈ അടുത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മലയാളത്തിൽ അങ്ങനല്ല വന്നിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു ജോണറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമകളാണുള്ളത് ഇന്ത്യയിൽ നിന്ന് തന്നെ. ഒന്ന് ഏജന്റ് സായ് ശ്രീനിവാസ ആർദ്രയ. ശരിക്കും അതിൻ്റെ ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു ട്രാക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ ഇതിലൊരു അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ചേരുന്നതും കാര്യങ്ങളും, എന്നിട്ട് അതിന് ശേഷമുള്ള അന്വേഷണമാണ്. മെയിൻ ഡിറ്റക്റ്റീവായിട്ടുള്ള ആള് മമ്മൂക്കയുടെ ക്യാരക്ടർ. ആളൊരു ദരിദ്രനാണ്, ക്യാഷില്ല, തട്ടിക്കൂട്ട് പരിപാടികളാണ്. പക്ഷേ ആൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും.
ആ സാധനം തന്നെയാണ് എനിക്ക് ട്രെയിലറിൽ ഫീൽ ചെയ്തത്. ആ ഒരു ട്രാക്ക്, അതായത് കഥാപാത്ര സൃഷ്ടിയിൽ ആ ട്രാക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സിനിമയാണ് തുപ്പരിവാലൻ, വിശാൽ നായകനായ. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഈ ചെറിയ സംഭവം അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തുന്നത്. അത് ശരിക്കും ഇതില് ഒരു പട്ടി കൊല്ലപ്പെടുന്നതും പിന്നെ അതിൽ നിന്ന് അങ്ങ് തുമ്പം പിടിച്ച് പോണതാണ് ഒരു പോക്ക്. അത് ഗംഭീര സിനിമയാണ്. അതിൽ ആ വില്ലൻ ലാസ്റ്റ് പറയുന്ന പോലും ഉണ്ട്, ഏത് ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പട്ടിയെ അവിടുന്നാണ് അങ്ങോട്ട് എത്തുന്നത്. അത് അടിപൊളി ഒരു സിനിമയാണ്. അതേപോലെയൊക്കെ തന്നെയുള്ള സിനിമ തന്നെയാണെന്നാണ് കേട്ടോ നമുക്കിപ്പോ ഇത് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. അതായത് ചെറിയൊരു സംഭവത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് വലുതിൽ അവസാനിക്കുന്നു. പിന്നെ ഇതിനകത്ത് ലെന, സിദ്ദീഖ് ഇവരൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, മുഴുനീളല്ല, ചെറിയ ചെറിയ ചില വേഷങ്ങളുണ്ട്. എന്തായാലും ഈ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഭീകരമായിട്ടുള്ള സംഭവം നമ്മൾ പറയാൻ പോവാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണരുത്. ഞങ്ങൾ പറയാൻ പോകുന്നതിന് മുൻപ് നിർത്തിക്കോ, അല്ലേ? അതെ, ഇതുവരെ കണ്ടത് മതി. അതായത് LGBTQ കണ്ടന്റ് ഇതിലുണ്ട്, അത് എടുത്തു പറയാണ്. മാത്രമല്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പലയിടങ്ങളിലും ബാനൊക്കെ കിട്ടിയേക്കാട്ടോ. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സത്യമാണോ എന്ന് അറിഞ്ഞൂടാ, എങ്കിലും വിശ്വസിക്കാം. അതാ പറഞ്ഞ ഇതിപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെ ഇതിപ്പോ നമ്മൾ കേട്ടെങ്കിൽ പോലും അത് മെയിൻ അതെ അറിഞ്ഞിട്ടുമില്ല. ഇത് സിനിമയിലെ മെയിൻ കണ്ടന്റ് അങ്ങനെയാണെന്നുള്ള സാധനം അല്ല കേട്ടോ പറയുന്നത്. അത് പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ എന്നുള്ള സംഭവമാണ് കേട്ടിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ തന്നെ പറഞ്ഞു പോകുന്ന സാധനം അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അറിയാം ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്താണെങ്കിലും BBFCയിൽ വന്ന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ, റിവ്യൂസ് ആണ്. അതായത് ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം ക്ലാസിഫിക്കേഷൻ ഇതിൽ വന്ന റിവ്യൂസ് ആണ് കേട്ടോ. ഇത് സംഭവം സ്പോയിലർ ആണെന്നുള്ള രീതിയിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വിശ്വസിക്കാം. നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞില്ലേ, ഇതിനെക്കാട്ടിലും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെ സീന് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് വരെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ആരും പോയി ഓടിപ്പോയി നോക്കണ്ട. അത് സിനിമ നാളെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ എഫക്ട് ചെയ്യും, അല്ലേ? ഇപ്പൊ ഇത് വന്നത് ആഹാ എന്നാ അവിടെ ഉണ്ടോ, എന്നാ അവിടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇത്രയും കണ്ടാൽ മതി. വേഗം പോവാന്ന് അത് ചെയ്യരുത്. കാരണം ശരിക്കും നിങ്ങൾക്കത് നിരാശപ്പെടുത്തും, നിങ്ങളെ ബാധിക്കും, ആസ്വാദനത്തെ ബാധിക്കും. അതെ, വായിക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ സിനിമ കാണുന്ന സമയത്ത് അത് നമുക്ക്, അതാ ഞാൻ ആദ്യം പറഞ്ഞ വാവ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടുന്ന ചില സമയങ്ങൾ ഉണ്ടായേക്കാം. ആ സാധനങ്ങളൊക്കെ മിസ്സായി പോകും. ഇതിവിടെ നടക്കാൻ പോണതാണല്ലോ എന്നും ഓർത്ത് നേരത്തെ ഓർമ്മ വരും. എന്താണെങ്കിലും സിനിമ വരട്ടെ, നാളെ കണ്ടിട്ട് ബാക്കി ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. സംഭവത്തിന് ഡ്യൂറേഷൻ 2.5 മണിക്കൂറാണ്. 2:32 US സർട്ടിഫിക്കറ്റ് ആണ്, 13+ ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ LGBTQ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വയലൻസ് മോശമില്ലാതെ കുറച്ചൊക്കെ ഉണ്ട്, അത്യാവശ്യം. ചില പ്രയോഗങ്ങൾ, അത് ലാംഗ്വേജിൽ കുറച്ച് മോശമായ വേർഡ്സും ഉണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിന് കിട്ടിയിരിക്കുന്നത് US സർട്ടിഫിക്കറ്റ് ആണ്. സത്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനിക്കിന്റെ ഡയറി തുറന്നപ്പോൾ ഇങ്ങനത്തെ വലിയ ക്രൂരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ചെറിയ ചെറിയ പരിപാടികളായിരുന്നു കിട്ടിയത്. എന്തായാലും നാളെ പോയിട്ട് ശരിക്കും തുറക്കുന്ന സമയത്ത് അറിയാം ഇനി എന്താ അവിടെ സംഭവിക്കാന്നുള്ളത്. എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് വരാം, വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.